നമസ്കാരം. ഞാൻ ശശികുമാർ തിരുവല്ലപുരം. ഇതെൻ്റെ 229ാമത്തെ എപ്പിസോഡാണ്. ഇടയ്ക്കൊരു 10-14 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ഉപനിഷത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കി ഒരു 5-6 ഉപനിഷത്തുകളുടെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അവലോകനം നടത്തി അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗണപതി ഭഗവാനെ പറ്റിയുള്ളതാണ് 6ാമത്തത്. പിന്നെ ഉപനിഷത്ത് 10-200 ഉണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം ഞാൻ 6 ഇട്ടത്, അത് 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയും ബാക്കിയുണ്ട്. അത് പിന്നെ നോക്കി നമ്മുടെ അറിവിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇനിയും ഇടുന്നുണ്ട്. പക്ഷേ അത് സമയമെടുത്ത് പതുക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇട്ട 6 വളരെ പ്രാധാന്യമുള്ള ഉപനിഷത്തുകൾ തന്നെയാണ്. അതിൻ്റെ സ്റ്റാറ്റസിൽ കിടപ്പുണ്ട്, നോക്കിയാൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കുടുംബത്തിന് ആദ്യം ഒരു മകനാണോ മകളാണോ ജനിക്കുന്നതെന്നുള്ളത് എപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ചിലപ്പം മകനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മകളായിരിക്കും. അപ്പോൾ ഈ മകനായാലും മകളായാലും എന്താണ് അവർക്ക്, ഈ അച്ഛനമ്മമാർക്ക് അവരോടുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഞാൻ എടുത്ത വിഷയം. അതായത് ഒരു മകനായാലും മകളായാലും എന്താണ് അച്ഛനമ്മമാരോടുള്ള കർത്തവ്യം, അച്ഛനമ്മമാരോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. ഞാൻ ആദ്യം ഹിന്ദു പുരാണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദു പുരാണ തത്വശാസ്ത്രം അനുസരിച്ച് ആദ്യം ഒരു മകൻ്റെ കാര്യം പറയാം. മകന് എപ്പോഴും അച്ഛനെ അമ്മയെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് അവരെ ബഹുമാനിക്കണം, പിന്നെ മൂന്നാമത് അവരെ അനുസരിക്കണം. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇപ്പോഴൊക്കെ കേൾക്കുന്ന വാർത്തകളെല്ലാം അച്ഛനും അമ്മയും പിന്നെ ഒക്കെ മകൻ്റെയും മകൻ്റെ പിന്നെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വീടുവിട്ട് പോകുന്നതും, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മകൻ തന്നെ കൊണ്ടുവന്നാക്കുന്നത്, പിന്നെ ഇങ്ങനെയുള്ള വയോജന സങ്കേതങ്ങളിൽ കൊണ്ടാക്കുന്നതൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം മകൻ. പിന്നെ കുടുംബത്തിൻ്റെ നിയമങ്ങളും സമാധാനവും ഒരു മകൻ്റെ കടമയാണ്. കുടുംബത്തിൻ്റെ സമാധാനവും നോക്കണം, അതിൻ്റെ കുടുംബത്തിൻ്റെ നിയമങ്ങളുമൊക്കെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം ഒരു മകന് തന്നെയാണ്. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ മകനാണ്, മൂത്ത മകനാണെങ്കിൽ മൂത്ത മകനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ അഞ്ചാമതായിട്ട് നമ്മുടെ മകൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക. അതായത് വിവാഹം കഴിച്ചതിന് ശേഷം അടുത്തൊരു തലമുറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മകൻ്റെ മകൾക്കും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാതാപിതാക്കന്മാരുടെ മരണശേഷം അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഹിന്ദു തത്വസംഹിതയിൽ പറയുന്നൊരു കാര്യമാണ്. മാതാപിതാക്കന്മാരുടെ മരണശേഷം പറ്റുമെങ്കിൽ ഗംഗയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനഘട്ടത്തിലോ അവരുടെ ചിതാഭസ്മം ഒഴുക്കണമെന്ന് ഇത് ഹിന്ദു തത്വശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും പറ്റത്തില്ല, ഇപ്പം ഗംഗ വരെ പോകാനൊന്നും പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥാനഘട്ടത്തിൽ നമുക്ക് എല്ലാം പിന്നെ ഈ ചിതാഭസ്മം കിട്ടുന്നത് പുണ്യസ്ഥാനഘട്ടത്തിൽ കൊണ്ടുവന്ന് ഒഴുക്കണമെന്നാണ് ഹിന്ദു തത്വശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവത്ഗീത ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് അച്ഛനമ്മമാർ എപ്പോഴും കുട്ടികളുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലരാണ്. എപ്പോഴും മക്കളുടെ കാര്യം ഓർത്ത്, ഒരു മകനായാലും മകളായാലും അച്ഛനമ്മമാർക്ക് എപ്പോഴും അവരെ പറ്റിയുള്ള ചിന്ത, അവരുടെ ഭാവിയെപ്പറ്റി ഓർത്തുള്ള ഉത്കണ്ഠയായിരിക്കും. അവർ ജോലി കിട്ടിയതാണെങ്കിലും പെൻഷനുള്ള ജോലിയാണെങ്കിലും എന്തായാലും അവരെ പറ്റിയുള്ള എപ്പോഴും ഒരു ഉത്കണ്ഠ എപ്പോഴും അച്ഛനമ്മയ്ക്കും കാണുമെന്നാണ് പറയുന്നത്. തിരിച്ച് കാണുമെന്നുള്ളത് അറിയത്തില്ല. കാരണം മകനും മകൾക്കും അച്ഛനമ്മമാരോടുള്ള അത്ര ഒരു ഉത്കണ്ഠ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ മകനെയും മകളെ വളർത്തിക്കൊണ്ടിരുന്നത് അച്ഛനമ്മയാണല്ലോ. അതേസമയം അച്ഛനും അമ്മയ്ക്ക് മക്കൾ എത്ര പ്രായമായാലും പറയത്തില്ല എൻ്റെ മോൻ ഇപ്പോഴും എനിക്ക് കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ മകൾ ഇപ്പോഴും എനിക്ക് കൊച്ചു കുഞ്ഞ എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. അത് അച്ഛനമ്മമാരുടെ മനസ്സതാണ്. പിന്നെ
ഈ വാമന പുരാണത്തിൽ പറയുന്നത് മകൻ്റെ സൽപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ മാതാപിതാക്കളെ നരകത്തിൽ പോയിട്ടുള്ള ഈ നരകത്തിൽ പോയിട്ടുള്ള മാതാപിതാക്കളെ പിന്നെ അവിടുന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പുത്രൻ എന്ന് പറയുന്നത് തന്നെ നരകത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നത്. അതായത് നരകത്തിൽ പോയിട്ടുള്ള മാതാപിതാക്കന്മാരെ അവിടുന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ മകനും മകളും ഒക്കെ നല്ല സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് വാമന പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മകളെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. പ്രായമാകുമ്പോൾ മകൾ ആണ് ശരിക്കും മാതാപിതാക്കന്മാരുടെ സുഹൃത്താവുന്നതെന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് കൊടുത്തിട്ടുള്ള മോളാണെങ്കിൽ എപ്പോഴും അമ്മയും അച്ഛനെയും ഒക്കെ ഒരു സുഹൃത്തുക്കളെ പോലെ കാണുന്നത്. എൻ്റെ മകളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളെ പോലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയാണ്. അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അച്ഛനും അമ്മയും വയസ്സാകുമ്പോഴാണ് മക്കൾക്ക് ഉത്തരവാദിത്വം കൂടുന്നതെന്നാണ് പറയുന്നത്. കാരണം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. 70 വയസ്സോ 75 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ഓർമ്മക്കുറവും അവരുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കൊണ്ട് 10, 25, 30, 35 വയസ്സുകൾ അല്ലെങ്കിൽ 40, 45 വയസ്സുള്ള മക്കൾ വേണം പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി മകളെപ്പറ്റി പറയുമ്പോൾ ഒരു മകളെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്നും പറയുന്നുണ്ട്. മകനെ കിട്ടുന്നത് ഭാഗ്യം കുറവാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മകളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം രണ്ടുപേരുടെയും ഒരുപോലെ ഉള്ളൂ ഭാഗ്യം. എന്നാലും ഞാൻ പറയുക, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു സമ്മാനമായിട്ടാണ് വച്ചിരിക്കുന്നത്. മകളെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമായിട്ടാണ് ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മകനെ കിട്ടുന്നത് അതുപോലെ തന്നെ. കാരണം മൂത്ത മകനാണല്ലോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മകൻ്റെ കർമ്മങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മോക്ഷം കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഒരു മകനെങ്കിലും വേണമെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ മകനില്ലാത്തത് മകൾ തന്നെ ആയിരിക്കും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് പെൺകുട്ടിക്ക് പ്രായമാകുമ്പോൾ ആ വീട്ടിലെ ഫാമിലിയുടെ അമ്മയുടെ റോളും അച്ഛൻ്റെ റോളും ഒക്കെ എടുക്കുന്നത് മോള് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഒരു മോള് പ്രായമായി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എടുക്കുന്നത് മകൾ തന്നെ ആയിരിക്കും. മകനൊരു പക്ഷേ അവിടെ കാണണമെന്നില്ലല്ലോ. മകൻ ജോലിക്ക് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നത് മകളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ പെൺകുട്ടികൾക്ക് പറ്റി വേറെ നല്ല കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഠിനഹൃദയനായിട്ടുള്ള ആളിനെ വേണമെങ്കിലും ഒരു സ്ത്രീക്ക്, അതായത് പിന്നെ ഒരു മകൾക്ക് എത്ര കഠിനഹൃദയനായ ഒരു അച്ഛനാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്വഭാവമാക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞൊരു മകന് പക്ഷേ അത്രയും ക്ഷമ കാണത്തില്ല. ഒരുമിച്ചിലും വഴക്കുണ്ടാകുന്നതൊക്കെ നമ്മൾ പേപ്പർ വായിക്കാറുണ്ടല്ലേ, വഴക്കുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മകളാണ് കുറേ കൂടെ ഇതെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. മകനും ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസാണ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മകളായിരിക്കും കൂടുതൽ കെയർ അല്ലെങ്കിൽ കരുതൽ കാണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മകൾക്ക് ഒരു അമ്മയെയും അച്ഛനെയും ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു കുടുംബത്തിൽ ഒരു മകളുണ്ടെങ്കിൽ പിന്നെ അമ്മയും അച്ഛനും ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതേസമയം മകനാണെങ്കിൽ അവിടെ കാണത്തില്ല, അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ മകളെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മയും അച്ഛനുമൊക്കെ. കാരണം പിന്നെ മകൾക്ക് ജോലിയുള്ളതാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് മകൾക്കാണെന്നാണ് പുരാണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ പരിസ്ഥിതിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതും പിന്നെ അത് മകനായാലും മകളായാലും ഒരുപോലെയാണെന്ന് പറഞ്ഞത്. നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മകനായാലും മകളായാലും ചെയ്തിട്ട് അച്ഛനും വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും മകനായാലും മകളായാലും ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ മകൻ്റെ കാര്യം പറയുന്നത് ഒരു അമ്മ മകനെ എപ്പോഴും നല്ല സ്വതന്ത്ര ചിന്താഗതിക്കാരനായിട്ടും അമ്മയുടെ സപ്പോർട്ട് കൊണ്ടും മകൻ നല്ല രീതിയിലുള്ള ഒരു സ്ഥാനം സമൂഹത്തിൽ നേടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകൻ്റെ കാര്യത്തിൽ മകൾ പിന്നെ ഈ പറഞ്ഞിട്ട് ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് മകളും പിന്നെ സമൂഹത്തിൽ നല്ല സ്ഥാനം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കിട്ടും.
അത് പക്ഷേ അച്ഛനായിരിക്കും പിന്നെ മകളോട് കൂടുതൽ ഒരു കാര്യങ്ങൾ കാണിച്ച്, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ മകൾക്ക് അച്ഛനും മകന് അമ്മയുമായിരിക്കും എന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും മകൾ അച്ഛനെ റോൾ മോഡലായിട്ടും മകൻ അമ്മയെ റോൾ മോഡലായിട്ടും കാണുമെന്നും കൂടെ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.